അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. സമയം ഏകദേശം 12 മണിയോട് അടുക്കുന്നു. നാടും നഗരവും ഉറക്കത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുമ്പോഴും ഒരാൾ മാത്രം അവിടെ ഉറങ്ങാതിരിപ്പുണ്ടായിരുന്നു. നീട്ടി വളർത്തിയ താടിയും മുടിയും, കയ്യിലെ ഏലസുകൾ, നെറ്റിയിലെ കുങ്കുമക്കുറി, ഇതെല്ലാം അയാൾക്കൊരു മന്ത്രവാദിയുടെ രൂപം നൽകുന്നുണ്ടായിരുന്നു. തന്റെ മുന്നിലുള്ള ഹോമകുണ്ഡം ആളി കത്തിച്ചുകൊണ്ട് അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ പോലെ മുറുമുറുക്കുന്നുണ്ടായിരുന്നു. ഹോമകുണ്ഡത്തിന്റെ ഒരു വശത്തിലായി വായ്ഭാഗം മന്ത്രനൂലുകളാൽ ബന്ധിച്ച ഒരു കുപ്പിയും മറുഭാഗത്തായി കഴുത്തറുത്ത നിലയിൽ ഒരു കരിങ്കോഴിയെയും കാണാമായിരുന്നു. മന്ത്രത്തിന്റെ ഇടയ്ക്കൊക്കെ ഹേയ് ചാത്ത, എടാ കുട്ടിച്ചാത്ത എന്ന് അയാൾ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും സമയം കടന്നുപോയി. ഏകദേശം 1 മണിയോടടുക്കുന്നു. പൊടുന്നനെ അതുവരെ കേട്ടുകൊണ്ടിരുന്ന നരികളുടെ ഓരിടലുകളും ചീവിടികളുടെ ശബ്ദവും നിലച്ചു. എങ്ങും നിശബ്ദത മാത്രം. ചുണ്ടിനിടയിൽ ഒളിപ്പിച്ച ഒരു ചെറുചിരിയുമായി അയാൾ കണ്ണുകൾ തുറന്നു. തീക്ഷ്ണമായ കണ്ണുകളിൽ മറ്റാർക്കും ലഭിക്കാത്ത എന്തോ ഒന്ന് സ്വന്തമാക്കിയതിന്റെ ഭാവമുണ്ടായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് ആ കുപ്പിയുമെടുത്ത് അയാൾ പുറത്തേക്കിറങ്ങി. ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് അയാൾ നടന്നകന്നു. നമുക്കും അയാൾക്കൊപ്പം സഞ്ചരിക്കാം, ആ ചാത്തനെയും തേടി. ലോക ചാപ്റ്റർ 1 എന്നൊരു സിനിമ ഇറങ്ങുന്നു. ആ സിനിമ വമ്പൻ ഹിറ്റിലേക്ക് പോകുന്നു. ഈ നിലവിൽ തന്നെ അതിപ്പോൾ 200 കോടിക്ക് മുകളിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഹിറ്റായി ഈ പേരിനൊപ്പം ലോക ചാപ്റ്റർ 1 എന്ന സിനിമയോടൊപ്പം ഹിറ്റായ മറ്റൊരു പേരാണ് ചാത്തൻ എന്ന് പറയുന്നത്. മുത്തശ്ശി കഥകളിലൊക്കെ നമ്മൾ കേട്ട് മറന്നു തുടങ്ങിയ കഥകളായിരുന്നു. ഈ സിനിമ റിലീസായതിനു ശേഷം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ചാത്തനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കഥകൾ കേൾക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല സ്ഥലങ്ങളിലും കേൾക്കുന്ന കഥകൾ പലതായിരിക്കും. ഇവിടെ കേൾക്കുന്നതായിരിക്കില്ല മറ്റൊരു സ്ഥലത്ത് കേൾക്കുന്നത്, അതായിരിക്കില്ല മറ്റു സ്ഥലത്ത് കേൾക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് തന്നെ പറയുന്നത് ഐതിഹ്യങ്ങളായതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള കഥകളുണ്ടാവും. മാത്രമല്ല, ലോകത്തിൽ ഒരു ചാത്തനല്ല, പല തരത്തിലുള്ള ചാത്തന്മാരുണ്ട്, ഒരുപാട് ചാത്തന്മാരുണ്ട്. അപ്പോൾ അവരുടെ പലരുടെയും കഥയായിരിക്കാം നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ചാത്തന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ കഥ പറയുന്നത്. അപ്പോൾ ഈ ചാത്തൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ചാത്തന്മാർ 2 തരത്തിലുണ്ടാവും. ഒന്ന്, നന്മകൾ മാത്രം ചെയ്യുന്ന ചാത്തനും തിന്മകൾ മാത്രം ചെയ്യുന്ന ചാത്തനും. സ്വാഭാവികമായും നന്മയുണ്ടെങ്കിൽ തിന്മയുമുണ്ട്. അതുകൊണ്ട് നന്മയും തിന്മയും ചെയ്യുന്ന ചാത്തന്മാരുണ്ട് എന്ന് പറയുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം പേരും പറയുന്നത് അങ്ങനെയല്ല. ചാത്തന്മാരുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആ ചാത്തന്മാരെ ആര് അടിമയാക്കി വച്ചിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി എന്നാണ്. ഇതിൽ ഉള്ള ചാത്തന്മാരിൽ 400ഓളം ചാത്തന്മാരാണ് യഥാർത്ഥത്തിൽ ഉള്ളതെന്ന് പറയുന്നത്. ഈ ചാത്തന്മാരെ എല്ലാം ഓരോ മന്ത്രവാദികൾ അടിമയാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും പേരെയും അടിമയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രവാദിയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കും ഓരോ ചാത്തന്മാരുടെയും സ്വഭാവം നിലനിൽക്കുന്ന ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല കഥകളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ചാത്തന്മാരുടെ കഥയിലേക്ക് വരാം. ചാത്തന്മാർ എങ്ങനെയാണ് ചാത്തന്മാരെന്ന് പറയുന്ന ഒരു കഥയുണ്ടായത്, ചാത്തന്മാർ ആരാണ് എന്നുള്ള കഥയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മളും അതിൽ നിന്നൊരു ചാത്തൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പുരാണ ഐതിഹ്യത്തിലേക്ക് വരാം. ശ്രീ പരമശിവൻ ഒരു ദിവസം വനത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എവിടെ നിന്നോ വളരെ മാധുര്യമുള്ള ഒരു സ്ത്രീ ശബ്ദം കേൾക്കാനിടയായി. അങ്ങനെ ആരാണ് ഈ സ്ത്രീ എന്നുള്ള അന്വേഷണത്തിൽ ആ വനത്തിനുള്ളിൽ വെച്ച് പരമശിവൻ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. വളരെയധികം സൗന്ദര്യമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയാണ് അവിടെ വെച്ച് പരമശിവൻ കണ്ടുമുട്ടുന്നത്. പരമശിവൻ ആ സ്ത്രീയോട് എന്താണ് പേരെന്ന് ചോദിക്കുകയും ആ സ്ത്രീ എൻ്റെ പേര് കൂളിവാക എന്നാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ കൂളിവാക എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു ചണ്ടാല ഗോത്രത്തിൽ പിറന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ വളരെയധികം ഭ്രമിപ്പിക്കുന്ന ഒരു സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു കൂളിവാക. അങ്ങനെ ഈ സൗന്ദര്യത്തിൽ ഭ്രമിച്ച പരമശിവൻ കൂളിവാകയോട് തനിക്ക് കൂളിവാകയുമായി ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹം അറിയിക്കുകയും എന്നാൽ ഇത് കേട്ട കൂളിവാക വളരെയധികം ഭയപ്പെടുകയും ചെയ്തു. അങ്ങനെ കൂളിവാക എങ്ങനെ ഇതിൽ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുകയും പെട്ടെന്ന് തന്നെ തൻ്റെ ദേവിയായ ശ്രീ പാർവതിയെ ധ്യാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീ പാർവതി കൂളിവാകയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും എന്താണ് കൂളിവാകയ്ക്ക് ആവശ്യം എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. കൂളിവാക തൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ദേവിയോട് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട ദേവി കൂളിവാകയെ ആശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഒരു യോഗമാണ്. കാരണം മുജ്ജന്മത്തിൽ നിങ്ങൾ ചെയ്ത ഒരു തെറ്റിൻ്റെ ഒരു പാപത്തിൻ്റെ ഫലം ആണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്നായിരുന്നു. എന്നിട്ട് എന്താണ് താൻ ചെയ്ത തെറ്റ് എന്ന് കൂളിവാക ശ്രീപാർവതിയോട് ചോദിക്കുകയും കഴിഞ്ഞ ജന്മത്തിൽ എന്താണ് ചെയ്തതെന്ന് ശ്രീപാർവതി കൂളിവാകയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ആ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ശ്രീപാർവതിയുടെ ദാസിയായിരുന്നു കൂളിവാക. അങ്ങനെ ഒരു ദിവസം ശ്രീപാർവതി അറിയാതെ ശ്രീ ബാലഗണപതിക്ക് കൂളിവാക മുലയൂട്ടുന്നു.
ഇത് അറിഞ്ഞുകൊണ്ടുവന്ന ശ്രീപാർവതിക്ക് വളരെയധികം ദേഷ്യമുണ്ടാവുകയും വളരെയധികം കോപമുണ്ടാവുകയും അതിൽ കൂളിവാകയെ ശപിക്കുകയും ചെയ്യുന്നു. ആ ശാപം ഇങ്ങനെയായിരുന്നു: അടുത്ത ജന്മത്തിൽ നീ ഒരു ചണ്ടാല കുടുംബത്തിൽ ജനിക്കാൻ ഇടയാകട്ടെ എന്നായിരുന്നു. ദേവിയുടെ ഇപ്രകാരമുള്ള ശാപത്തിൽ വളരെയധികം ഭയന്നുപോയ കൂളിവാക അന്ന് ശ്രീപാർവതിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് മാപ്പപേക്ഷിച്ചു അത്രേ. കുറച്ച് സമയത്തിന് ശേഷം, കോപം ശമിച്ചതിന് ശേഷം ശ്രീപാർവതിക്ക് കൂളിവാകയോട് ദയ തോന്നുകയും അങ്ങനെ കൂളിവാകയ്ക്ക് ഒരു ശാപമോക്ഷം നൽകുകയും ചെയ്തു. അതിങ്ങനെയായിരുന്നു: അടുത്ത ജന്മം നിനക്ക് ശ്രീ പരമേശ്വരൻ്റെ മകനെ മുലയൂട്ടാനുള്ള ഒരു അവസരമുണ്ടാകും, അങ്ങനെ ഒരു ഭാഗ്യം നിനക്കുണ്ടാകും, ആ സമയത്ത് നിനക്ക് ശാപമോക്ഷം ലഭിക്കും എന്നായിരുന്നു അന്ന് ശ്രീപാർവതി കൂളിവാകയ്ക്ക് കൊടുത്തിരുന്ന ആ ശാപമോക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ജന്മത്തിൽ, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ കൂളിവാകയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്, ഒരു ചണ്ടാല കുടുംബത്തിൽ ജനിക്കേണ്ടി വന്നതും അതുപോലെ ഈ ശ്രീ പരമേശ്വരന്റെ മുമ്പിൽ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നതും. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് കേട്ട് ഭയന്ന് നിന്ന കൂളിവാകയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്രീ പാർവതി പറഞ്ഞു, കൂളിവാക വീട്ടിലേക്ക് പോയിക്കോളൂ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കൂളിവാകയെ ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത്. അതിനുശേഷം കൂളിവാകയുടെ രൂപത്തിൽ ശ്രീ പാർവതി ശ്രീ പരമശിവനെ കാണുകയും ചെയ്യുന്നു. തൻ്റെ മുന്നിലുള്ളത് കൂളിവാകയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പരമശിവൻ ശ്രീ പാർവതിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അവർക്ക് 400 കുട്ടികൾ ജനിക്കുകയും ചെയ്യുന്നു. ഈ 400 കുട്ടികളെയാണ് നമ്മൾ ചാത്തന്മാരെന്ന് പറയുന്നത്. ഈ 400 ചാത്തന്മാരിൽ ഏറ്റവും മൂത്ത ചാത്തനെ ഏറ്റവും മുതിർന്ന ചാത്തനെ വിളിക്കുന്നത് കരിങ്കുട്ടി എന്നാണ്. ഈ കരിങ്കുട്ടിയാണ് പിന്നീട് കരിങ്കുട്ടി ചാത്തൻ എന്നറിയപ്പെട്ടത്. ഇതിൽ ഏറ്റവും ഇളയ ചാത്തൻ അറിയപ്പെടുന്നത് വിഷ്ണുമായ സ്വാമി എന്നാണ്. ഈ വിഷ്ണുമായ എന്ന് പേര് കിട്ടാനും ഒരു ഐതിഹ്യമുണ്ട്. അത് നമ്മൾ ഈ കഥയുടെ പുറകെ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 കുട്ടികൾക്കും, വിഷ്ണുമായ സ്വാമികൾക്കും അതുപോലെ തന്നെ കരിങ്കുട്ടി ചാത്തനും ഓരോ സംരക്ഷണത്തിനായി ഓരോ വാഹനങ്ങൾ കൂടി ശ്രീ പരമേശ്വരൻ നൽകിയിട്ടുണ്ട്. അതിൽ വിഷ്ണുമായ സ്വാമികൾക്ക് നൽകിയിരുന്നത് ഒരു പോത്തിനെയും കരിങ്കുട്ടി ചാത്തൻ നൽകിയിരുന്നത് ഒരു കാളയുമായിരുന്നു. ഈ കുട്ടികൾക്ക് ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും ഒരുപാട് അത്ഭുത സിദ്ധികളും കൊടുത്തിരുന്നു. ഈ അത്ഭുത സിദ്ധികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൺകെട്ടുകളും മായകളും ഒക്കെ കാണിച്ച് തങ്ങളുടെ വളർത്തമ്മയോടൊപ്പം ആ ഗോത്രത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ജീവിച്ചു വന്നത്. തങ്ങളുടെ വാഹനങ്ങളായ പോത്തിൻ്റെയും കാളയുടെയും മുകളിൽ ഈഴറ എന്നു പേരുള്ള തുകൽ വാദ്യോപകരണവും വായിച്ചൊക്കെയാണ് അവരവിടെ ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ 7ാമത്തെ ജന്മദിനം വരുന്നത്. ആ 7ാമത്തെ ജന്മദിനത്തിന് അവരുടെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാരദമുനി അവിടെ എത്തുകയും നാരദമുനി അന്ന് അവിടെ വെച്ച് അവരോട് തങ്ങളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളുടെ അച്ഛനും അമ്മയും കാണാനായി കൈലാസത്തിലേക്ക് പോകണം എന്നറിയിക്കുകയും ചെയ്യുന്നു. നാരദമുനിയിൽ നിന്നും തങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് അറിഞ്ഞ 2 ചാത്തന്മാരും കൈലാസത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ കൈലാസത്തിലേക്ക് എത്തിയ അവരെ വഴിയിൽ തടഞ്ഞുകൊണ്ട് പരമശിവന്റെ വാഹനമായ നന്ദികേശൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടും തങ്ങളുടെ മാതാപിതാക്കളെ കാണാൻ നന്ദികേശൻ അവരെ അനുവദിച്ചില്ല. എന്നാൽ എന്ത് വില കൊടുത്തും തങ്ങളുടെ മാതാപിതാക്കളെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന വാശിയിലായിരുന്നു 2 ചാത്തന്മാർ. അങ്ങനെ വിഷ്ണുമായ ചാത്തൻ സ്വന്തം മായ കഴിവുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ രൂപം ധരിക്കുകയും ഉള്ളിലേക്ക് കടന്ന് പരമശിവന്റെയും ശ്രീപാർവതിയുടെയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നു. ഒരുപാട് സന്തോഷം തോന്നിയ പരമശിവൻ അവരെ ഒരുപാട് ആയോധന കലകളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് സ്വന്തം മായ കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ രൂപം തീർത്തത് കൊണ്ട് പരമശിവൻ വിഷ്ണുമായ ചാത്തന് വിഷ്ണുമായ എന്നുള്ള പേര് കൊടുക്കുന്നത്. ഇതേ സമയത്താണ് ജലന്ധരന്റെ വരവ്. 3 ലോകങ്ങളും കീഴടക്കിയ ക്രൂരനായ ഒരു അസുരനായിരുന്നു ജലന്ധരൻ. ദേവന്മാരെല്ലാം ജലന്ധരനെ ഭയന്ന് പലയിടങ്ങളിലേക്കും പലായനം ചെയ്യുകയും പല സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു അത്. അവസാനം ജലന്ധരനെ വധിക്കുക എന്നുള്ള ദൗത്യം നിക്ഷിപ്തമായത് വിഷ്ണുമായ സ്വാമികളിലാണ്. അങ്ങനെ വിഷ്ണുമായ ചാത്തൻ ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതിയുടെയും അനുഗ്രഹങ്ങൾ വാങ്ങിയ ശേഷം ജലന്ധരനെ വധിക്കാനായി പുറപ്പെട്ടു. അതിനുവേണ്ടി സ്വന്തം ശരീരം സ്വന്തം മായ കഴിവുകൊണ്ട് മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രമാക്കി മാറ്റുകയും ജലന്ധരനെ പിന്തുടരുകയും ചെയ്തു. 3 ലോകങ്ങളിൽ എവിടെയും തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ജലന്ധരൻ ഭയന്ന് കടലിനടിയിലേക്ക് ഒളിക്കുന്നു. എന്നാൽ അവിടെയും ജലന്ധരനെ പിന്തുടർന്നുകൊണ്ട് സുദർശന ചക്രം എത്തും. സുദർശന ചക്രം കടലിലേക്ക് പതിച്ച വേളയിൽ തന്നെ സുദർശന ചക്രത്തിന്റെ ജ്വാലകൾ കൊണ്ട് ആ ചൂടേറ്റ് കടൽ വെള്ളം തിളച്ചു മറയുന്നു. കടലിനുള്ളിൽ ഈ ചൂട് സഹിച്ചിരിക്കാൻ കഴിയാത്ത ജലന്ധരൻ പുറത്തേക്ക് വരുന്നു. കടലിന് പുറത്തേക്ക് എത്തിയ ജലന്ധരനെ വിഷ്ണുമായ സ്വാമികൾ വധിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഒരുപാട് സന്തോഷം തോന്നിയ ദേവന്മാർ വിഷ്ണുമായ സ്വാമികളെ ദേവലോകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്നാൽ വളരെ സന്തോഷപൂർവ്വം ആ ക്ഷണം നിരസിക്കുകയും താൻ വളർന്ന ഗോത്രത്തിലേക്ക് തിരികെ പോവുകയാണ്, അവിടെയാണ് താൻ താമസിക്കേണ്ടതെന്ന് പറയുകയും ചെയ്യുന്നു. 400ഓളം ചാത്തന്മാരിൽ വിഷ്ണുമായ ചാത്തൻ എന്ന ഒരു ചാത്തന്റെ കഥ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. വിഷ്ണുമായ ചാത്തന് ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. മറ്റു ചാത്തന്മാർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. മറ്റു കഥയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.